വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് തോട്ടിലെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മീനിങ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ക്രൈം, തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആൻഡ് തോട്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് തോട്ട്. തോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ടോട്ടസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. റോങ് അല്ലെങ്കിൽ ക്രൂക്ക് എന്നുള്ള അർത്ഥമാണ് ഈ തോട്ടസ് എന്ന് പറയുന്ന വേർഡിനുള്ളത്. ഇറ്റ് ഇംപ്ലൈസ് ടു കണ്ടക്ട് വിച്ച് ഈസ് നൊട്ടോറിയസ് ഓർ ട്വിസ്റ്റഡ്. ദ ഇക്വലന്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? റോങ് എന്നാണ്. Thus, thought in common law is a civil wrong. അതൊരു സിവിൽ റോങ് ആണ്. The nature of tort law is thus essentially concerned with compensation for damages for civil wrongs. ഓക്കെ, എന്തെങ്കിലും സിവിൽ റോങ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിവിൽ റോങ് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ലോസ്, ആ ലോസ് പരിഹരിക്കാനായിട്ട് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ഈ തോട്ട് എന്ന് പറയുന്ന ഒരു ഇതിലുള്ളത്. ഓക്കെ, the nature of tort law is thus essentially concerned with compensation for damages for civil wrong suffered as a result of another's act or omission. ആക്ട് മാത്രമല്ല, ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാലും നമുക്ക് ഈ തോട്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് തോട്ട്. വാട്ട് ഈസ് തോട്ട് ലോ? ദ സിവിൽ റോങ് സർഫസസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ബ്രീച്ച്. ബ്രീച്ച് എന്ന് പറയുമ്പോൾ an act of breaking or failing to observe a law, agreement or code of conduct of a duty imposed by law. അത് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് ലംഘിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു സിവിൽ റോങ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവുന്നത്. Thus, there are, for example, duties not to assault another person, not to trespass, അതായത് entering into land without the consent of land owner. അപ്പോൾ അതെന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരാളെ അസോൾട്ട് ചെയ്യുക, ഒരാളെ എന്താ പറയുക, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാക്കുന്ന രീതിയിൽ അയാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ട്രസ്പാസ് നടത്തുന്നു. ട്രസ്പാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ സമ്മതമില്ലാതെ ഒരു സ്ഥലത്തേക്ക് അയാളുടെ അധികാരത്തിലുള്ള സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രസ്പാസ് എന്ന് പറയുന്നത്. നോട്ട് ടു ടേക്ക് അനദേഴ്സ് ഗുഡ്സ് ആൻഡ് ടു ടേക്ക് കെയർ ടു നോട്ട് ഇൻജുർ വൺസ് നെയ്ബർ. സം ഡ്യൂട്ടീസ് ആർ ലേഡ് ഡൗൺ ബൈ ലെജിസ്ലേഷൻസ്, അതേഴ്സ് ആർ ഫൗണ്ട് ഇൻ കോമൺ ലോ. നമ്മൾ ലെജിസ്ലേഷൻസിൽ പറയുന്ന ഡ്യൂട്ടീസ് ഉണ്ട്, അല്ല അത് മാത്രമല്ല കോമൺ ലോയിൽ പറയുന്ന ഡ്യൂട്ടീസും ഉണ്ട്. ഈ ഡ്യൂട്ടീസൊക്കെ ലംഘിക്കുന്നതിനെ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഒരു സിവിൽ റോങ് എന്ന് പറയുന്നത്. ദ എംബസൈസ് ഓൺ ദ നേച്ചർ ഓഫ് തോട്ട് ആസ് എ സിവിൽ റോങ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ്സ് ഫ്രം ക്രൈം. വാട്ട് ഈസ് തോട്ട് അക്കോർഡിംഗ് ടു ജൂറിറ്റ്സ്? നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ജൂറിറ്റ്സ് ഉണ്ട്. സാൽമണ്ട്, വിൻഫീൽ, അങ്ങനെ ഒരുപാട് ജൂറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ജൂറിറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാൽമൺ ഡിഫൈൻ തോട്ട് ആസ് ഇറ്റ് ഈസ് എ സിവിൽ റോങ് ഫോർ വിച്ച് ദ റെമഡി ഈസ് കോമൺ ലോ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് വിച്ച് ഈസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ അതർ മെയർലി ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻ. തോട്ട് എന്ന് പറയുന്ന ഒരു സിവിൽ റോങ് ആണ്. അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് കോമൺ ലോയിലാണുള്ളത്. ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, എന്തോരം ഡാമേജസ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് അത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണെന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി എന്ന് നമുക്കൊരിക്കലും തോട്ടിനെ നമുക്കൊരിക്കലും ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്നോ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേലെ ഒബ്ലിഗേഷനായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ് തോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ഉണ്ടാക്കുന്ന കോമൺ ലോയിൽ റെമഡി ഉള്ള ഒന്നാണ്. അതാണ് സാൽമണ്ടിൻ്റെ അഭിപ്രായത്തിൽ തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. Winfield mentions tortious liability arises from the breach of duty primarily fixed by law. Law already ഫിക്സ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ലംഘിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് tortious liability എന്ന് പറയുന്നതെന്നാണ് വിൻഫീൽഡ് പറയുന്നത്. This duty is towards the person generally and its breach is redressable by an action for unliquidated damages. ചിലപ്പോൾ ഈ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സണിനോടായിരിക്കാം, അതിൽ ബ്രീച്ച് ഉണ്ടാക്കുന്നതിനെയാണ്, ആ ബ്രീച്ച് കാരണം ഒരു അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടോഷ്യസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. വിൻഫീൽ ആൻഡ് സാൽമൺസ് ഡെഫിനിഷൻസ് ആർ കോൺട്രഡിക്ടറി ടു ഈച്ച് അതർ. നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞത്.
Salmon's definition has the practical point of view, while Winfield definition has the theoretical point of view. Practical point of view ആരുടെ കയ്യിലാണ്? സാൽമൻ്റെ ഡെഫിനിഷനിലാണ്. പക്ഷേ വിൻഫീൽഡിൻ്റെ ഡെഫിനിഷനിൽ അതൊരു തിയറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് തരുന്നത്. അപ്പോൾ ലോയേഴ്സ് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിരിക്കും ലോയേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോയേഴ്സ് പ്രിഫർ സാൽമൺസ് പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് ദ സ്റ്റുഡൻസ് പ്രിഫർ. പക്ഷേ സ്റ്റുഡൻസ് പഠിക്കുന്നവർ എപ്പോഴും തിയറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പ്രിഫർ വിൻഫെൽ പോയിന്റ് ഓഫ് വ്യൂ. ഓൾസോ സാൽമൺസ് വ്യൂ ക്യാൻ ബി സെറ്റ് ടു ബി നാരോവർ വൺ, ബട്ട് നാരോ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നൊരു കാര്യം മാത്രമായിട്ടാണ് നമ്മൾ സാൽമൻ്റെ ഡെഫിനിഷനെ കാണുന്നത്. പക്ഷേ വിൻഫീൽഡിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ബോർഡർ വണ്ണാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, difference between tort and crime. Tort is a wrongful act that is done towards someone which causes damage to someone, which give him the right to seek a legal remedy from the court of law. Okay, tort എന്ന് പറയുന്നത് എന്താണ്? ഒരു wrongful act ആണ്, that is done towards someone. അത് ഒരാളിലേക്ക് ചെയ്ത ഒരു wrongful ആയിട്ടുള്ള ആക്ട് ആയിരിക്കും. which causes damages to someone. അയാൾക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ, ഒരു ലോസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്ത ഒരു ആക്ട് ആയിരിക്കും. which give him the right to seek legal remedy. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അനുഭവിക്കാൻ ആ ലോസ് സഫർ ചെയ്യേണ്ടി വന്ന ആൾക്ക് ലീഗൽ റെമഡിക്ക് വേണ്ടി പോവാവുന്നതാണ്. ലീഗൽ റെമഡിക്ക് കോർട്ടിൽ പോവാവുന്നതാണ്. ഇൻ ടോഷ്യസ് കേസസ് ദ കോർട്ട് ക്യാൻ പ്രൊവൈഡ് someone with unliquidated damages. Crime is an offence punishable by state. Crime എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ് which is punishable by state, and it is not a harmful act done to one individual, but ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഹാംഫുൾ ആക്ട് അല്ല ക്രൈം എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റിനോ കമ്മ്യൂണിറ്റിക്കോ സൊസൈറ്റിക്ക് ഇൻ ജനറലിനോ ചെയ്തിരിക്കുന്ന ഒരു ലോസാണ്, അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒന്നാവില്ല. അതാണ് ക്രൈം. These acts are forbidden by law of the state. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ടോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് മാത്രം അഫക്റ്റ് ആവുന്ന, ഒരാളെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടോട്ട്. ഒരു റോങ്ഫുൾ ആക്ട് ആണ് ടോട്ട്. പക്ഷേ ക്രൈം എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനും ഒക്കെ എഫക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ അവർക്കൊക്കെ ലോസ് സഫർ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ടോട്ട് ദർ ആർ നോ സ്റ്റാറ്റ്യൂട്ട്സ് ഓർ റെഗുലേഷൻസ്. അതായത് കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ അല്ല ടോട്ട് എന്ന് പറയുന്നത്. ടോട്ട് ഈസ് നോട്ട് കോഡിഫൈഡ്. Okay, from tort law can be sourced. Instead it is a precedent that regulate tort law in India. പക്ഷേ ക്രൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ കോഡിഫൈഡ് ലോ. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പണിഷ്മെൻറ്റ് എന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്തിൽ? ക്രൈമിൽ. പക്ഷേ ടോട്ടിൽ അങ്ങനെ ഒരു കോഡിഫൈഡ് ലോ ഒന്നും ഇല്ല. പ്രീസിഡൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ടോട്ടിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. The precedents in criminal law are extremely important, but they are power statutes present from criminal law like Indian Penal Code and Code of Procedure Code of Criminal Procedure. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോയും അതുപോലെ തന്നെ പ്രൊസീജിയറൽ ലോയും ഒക്കെ ഉള്ള ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ക്രൈം എന്ന് പറയുന്നതിൽ പണിഷ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ടോട്ടിൽ അങ്ങനെ അല്ല. ടോട്ട് ഒരു കോഡിഫൈഡ് ലോ അല്ല. ടോട്ട് ഈസ് നോട്ട് കോഡിഫൈഡ്. In tort law, the aggrieved party can seek unliquidated damages, which means the court decide the amount of compensation as there is no predetermined compensation for the injury cost. ഇങ്ങനൊരു ഇഞ്ചുറി കോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇതാണ് ഡാമേജസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമേജസ് തീരുമാനിക്കുന്നത് ആരാണ്? കോർട്ടാണ് ടോട്ടിൻ്റെ കേസിൽ. അത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. പക്ഷേ ക്രൈമിലോ, ഇൻ എ ക്രിമിനൽ കേസ് യൂഷ്വലി ദ കൺവിക്റ്റ് is punished and additionally they may be forced to pay fine which are predetermined and enumerated in the Indian Penal Code. ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പണിഷ്മെൻറ്റ് ക്രൈമിൽ ചെയ്യുന്നത്. പക്ഷേ ടോട്ടിൽ അങ്ങനെയല്ല. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. കോർട്ടാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഡാമേജസ് കൊടുക്കേണ്ടതെന്ന്.
The kind of punishment and amount of compensation differ from case to case, but there is a fair idea of mention in the IPC. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, സർക്കംസ്റ്റാൻസസ് നോക്കി എല്ലാ പണിഷ്മെൻറ്റും ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഓൾറെഡി ഒരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ. അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. In tort law, the aggrieved party has to just prove that the other party has owned them a duty of care and they have clearly breached that. അതർ പാർട്ടി, അതായത് ആരാണോ കേസ് കൊടുത്തിരിക്കുന്നത്, പ്ലെയിൻറ്റിഫ് ആരാണോ അവരാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇന്ന ആളെ എനിക്ക് ഇങ്ങനൊരു ലോസ് ഉണ്ടാക്കി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻ ക്രൈം, ഇൻ എ ക്രിമിനൽ കേസ്, ദ പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ് നോട്ട് ഓൺലി ദ മെൻസ് റിയ ആൻഡ് actus reus but also satisfy the court that such a crime was committed beyond reasonable doubts. അപ്പോൾ ടോട്ടൽ എങ്ങനെയാണ്? പ്ലെയിൻറ്റിഫിനാണ് ആ ഒരു ഡ്യൂട്ടി ഉള്ളത്. പക്ഷേ ഇവിടെ ആർക്കാണ് ആ ഡ്യൂട്ടി ഉള്ളത്? പ്രോസിക്യൂഷനാണ്. മെൻസ്രിയ അതുപോലെ തന്നെ അയാളുടെ ഗിൽറ്റി മൈൻഡും ഗിൽറ്റി ഇൻറ്റൻഷനും എല്ലാം, ഗിൽറ്റി ഇൻറ്റൻഷനോ ഗിൽറ്റി മൈൻഡ് ആൻഡ് ഗിൽറ്റി ആക്ട്, ഇത് രണ്ടും പ്രൂവ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്. അത് മാത്രം പ്രൂവ് ചെയ്താൽ പോരാ, റീസണബിൾ ഡൗട്ട് ഇല്ലാതെ തന്നെ ആ ഒരു സംഭവം കമ്മിറ്റ് ചെയ്തു എന്ന് തെളിയിക്കുകയും കൂടെ വേണം. ദിസ് ഈസ് വെരി ക്രൂഷ്യൽ വിച്ച് ക്യാൻ മേക്ക് or break a case. If there is a single shred of evidence that raises the doubt of the intention that was in fact even committed, then the defendant cannot be convicted of the crime. This is done because the punishment of crime is not just compensation but can be imprisonment or capital punishment. ടോട്ടലെ പോലെ ജസ്റ്റ് കോമ്പൻസേഷൻ മാത്രമല്ല കൊടുക്കേണ്ടത്, ഇവിടെ എന്തൊക്കെ കൂടി വരുന്നുണ്ട്? ഇവിടെ ഇംപ്രിസൺമെൻറ്റും ക്യാപിറ്റൽ പണിഷ്മെൻറ്റും ഡെത്ത് പെനാൽറ്റി വരെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാ എവിഡൻസും കൂടെ പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരാളെ നമുക്ക് ഒരാളെ നമ്മളിപ്പോൾ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പ്രോസിക്യൂഷനാണ്. പക്ഷെ ടോട്ടിൽ ആരാണോ കേസ് കൊടുത്തത്, പ്ലെയിൻറ്റിഫ് ആരാണോ അയാൾക്കാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. നെക്സ്റ്റ് വൺ കുറച്ച് എക്സാമ്പിൾസ് ആണ്. എക്സ് വാസ് റിട്ടേണിംഗ് ടു ഹിസ് ഓഫീസ് ആഫ്റ്റർ ഹിസ് ലഞ്ച് ബ്രേക്ക് was over with a hot cup of coffee when he stumbled over and fell over. Why? As a result, his hot coffee spilled all over. Why? X can be held liable for negligence towards Y as he owned him a duty of care and there has been a breach of same. ഇവിടെ ഒരു കോൾഡ് കോഫി വൈയുടെ മേത്ത് വീണു. അപ്പോഴത്തേക്കും ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നെഗ്ലിജൻസ്, അതായത് ഒരു പുള്ളി കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ലയബിൾ ഫോർ നെഗ്ലിജൻസ്, എക്സ് ഇസ് ലയബിൾ ഫോർ നെഗ്ലിജൻസ്. കാരണം പുള്ളി അത് ശ്രദ്ധിക്കണമായിരുന്നു, ശ്രദ്ധിക്കാതെയാണ് അത് ചെയ്തത്. പക്ഷേ ക്രൈമിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ് ആൻഡ് വൈ ആർ റൈവൽസ്. എക്സ് വൺ ഡേ ടേക്സ് എ നൈഫ് ബാക്ക് ടുവേഴ്സ് എക്സ് ആൻഡ് സ്റ്റാബ് ഹിം ടു ഡെത്ത്. എക്സ് വാസ് കമ്മിറ്റഡ് മർഡർ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ചൂട് കോഫി മാത്രമേ വീണുള്ളൂ. പക്ഷെ ഇവിടെ ക്രൈമിലേക്ക് വരുമ്പോൾ എന്താണ്? അവിടെ അയാളെ കൊല്ലുകയാണ് ചെയ്തത്. ഓക്കെ. Then A has his earphones plugged in and was mindlessly walking. After walking for some time, A realizes he entered someone else's property and had walked in through the front yard. He has committed trespass. ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുമായിരുന്നു നമ്മുടെ എ നടന്ന് വേറൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറി. അല്ലെങ്കിലും ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്കും പരിസരബോധം ഉണ്ടാവില്ലല്ലോ. വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് കയറി. അപ്പോൾ എ അവിടെ എന്ത് കമ്മിറ്റ് ചെയ്തു? ട്രസ്പാസ് കമ്മിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ ക്രൈമിലേക്ക് വരുമ്പോൾ എ വാസ് വാക്കിംഗ് വെൻ ബി സഡൻലി ഗ്രാബ്സ് ഹോൾ ഓഫ് ഹർ പേഴ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റീലിംഗ് ഇറ്റ് ആൻഡ് റൺ അവേ വിത്ത് ഇറ്റ്. അപ്പോൾ അവിടെ എ ഇങ്ങനെ നടന്നു പോവുകയാണ് പാട്ടൊക്കെ കേട്ട വലിയ കാര്യമായിട്ട്. സത്യത്തിൽ അങ്ങനെ ഒരു സ്റ്റീലിംഗ് നടത്തിയാലും പുള്ളി തിരിച്ചറിയണമെന്നില്ല. എന്തായാലും ബി വന്ന് പേഴ്സ് കട്ടെടുത്തോണ്ട് പോയി. ഓക്കെ. അപ്പോൾ ബി അവിടെ എന്ത് കമ്മിറ്റ് ചെയ്തു? തെഫ്റ്റ് കമ്മിറ്റ് ചെയ്തു. അതൊരു ക്രൈമാണ്. ഓക്കെ. ദെൻ സി ആൻഡ് ഡി ആർ നെയ്ബേഴ്സ്. ഓക്കെ. ഡി പ്ലേസ് വെരി ലൗഡ് മ്യൂസിക് അറ്റ് വി hours of the night with disturbed C. D can be sued for the tort of nuisance. അപ്പോൾ ഇവിടെ രണ്ടുപേരും നെയ്ബേഴ്സാണ്. അപ്പോൾ ഡി എന്ത് ചെയ്തു? ഒച്ചയിൽ മ്യൂസിക് പ്ലേ ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ സിക്ക് അത് ഉറങ്ങാൻ ഡിസ്റ്റർബൻസ് ആയി. അപ്പോൾ സിക്ക് വേണമെങ്കിൽ ന്യൂസൻസ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ടോട്ട്. ദെൻ എം മേക്ക് സെക്ഷൽ കമൻസ് അറ്റ് എൻ ആൻഡ് ഇൻറ്റൻഷനലി ടച്ചസ് ഹെർ ഇൻഅപ്രോപ്രിയേറ്റ്ലി വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് എൻ. എം എന്ത് ചെയ്തു? അനുവാദം ഇല്ലാതെ സെക്ഷൽ കമൻസും പറഞ്ഞു, അതുപോലെ തന്നെ ടച്ചും ചെയ്തു. എം മേ ഹാവ് കമ്മിറ്റഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ്
ആൻഡ് എഗെയിൻസ്റ്റ് എൻ എമംഗ് അതർ ക്രൈംസ്. ഓക്കെ, അപ്പോൾ ക്രൈം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ജസ്റ്റ് ചെറിയ കാര്യങ്ങളായിരിക്കില്ല, വളരെ സൊസൈറ്റിക്ക്, കാരണം ഇങ്ങനൊരു സംഭവം ചെയ്തിട്ട് ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തിട്ട് അത് കേസ് ആയില്ലെങ്കിൽ പുള്ളി ഇനിയും വേറെ ആൾക്കാരുടെ അടുത്ത് ചെന്നും ചെയ്യും. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല അത് എഫക്റ്റ് ആവുന്നത്, എൻ്റെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എൻ്റെ വേൾഡിന് തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു സംഭവത്തിനാണ് നമ്മൾ ക്രൈം എന്ന് പറയുന്നത്. പക്ഷെ ഒരാൾക്ക് മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ക്രൈം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ തോട്ട്. തോട്ട് ഈസ് എ പ്രൈവറ്റ് റോങ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു കഴിഞ്ഞതാണ്. തോട്ട് ഈസ് എ പ്രൈവറ്റ് റോങ് ദാറ്റ് contravenes a legal right of an individual or a group. Okay, then ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് റോങ്ങിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു എൻഗേജ് ഇൻ തോട്ട് ഈസ് നോൺ ആസ് തോട്ട് ഫീസർ ഓർ റോങ് ഡുവർ. ഈ തോട്ട് ചെയ്തതാരാണോ അയാളെ നമ്മൾ തോട്ട് ഫീസർ അല്ലെങ്കിൽ റോങ് ഡുവർ എന്നാണ് പറയുന്നത്. ദ പ്ലേസ് ഓഫ് ട്രയൽ ഫോർ തോട്ട് ഈസ് സിവിൽ കോർട്ട്. സിവിൽ റോങ് ആയതുകൊണ്ട് തന്നെ സിവിൽ കോർട്ടിലാണ് നമ്മൾ ട്രയലിന് പോകുന്നത്. തോട്ട് ലിറ്റിഗേഷൻ ഈസ് കോമ്പൗണ്ടബിൾ, വിച്ച് മീൻസ് ദാറ്റ് complainant can withdraw the suit filed by him. ഓക്കെ, കോമ്പൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് വേണമെങ്കിൽ ആ സ്യൂട്ട് വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. തോട്ട് ഈസ് എ സ്പൈസസ് ഓഫ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, ദ ആക്ട് ഓഫ് ബ്രേക്കിംഗ് ദ ടേംസ് ഓഫ് ലോ എഗ്രിമെൻറ്റ് എക്സെട്ര. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിലാണെന്ന് തോന്നുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്. തോട്ട് എന്ന് പറയുന്നത് ഒരു സ്പൈസ് ഓഫ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോയിലെ ടേംസോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. ഓഫ് എ പേഴ്സൺസ് റൈറ്റ് ഓഫ് സിവിൽ റോങ്. ഓക്കെ, ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. നമ്മൾ ഇത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഡിഫറൻസ് പറയുമ്പോഴും തോട്ടിലെ പല പുതിയ കാര്യങ്ങളും പഠിക്കും. അങ്ങനെ പറഞ്ഞു നമ്മൾ തോട്ട് നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എ തോട്ട് ഈസ് എ സിവിൽ റോങ് ഇൻ വിച്ച് റെമഡി ഈസ് ആക്ഷൻ ഫോർ ഡാമേജസ്. ഓക്കെ, സിവിൽ റോങ് ആണ്. റെമഡി എന്ന് പറയുന്നത് ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ എന്നാണ് അർത്ഥം. ഡാമേജ് എന്ന് വെച്ചാൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ കോമ്പൻസേഷൻ കിട്ടുന്ന ഒരു സിവിൽ റോങ് കമ്മിറ്റ് ചെയ്തതിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇസ് ബ്രീച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് എ പ്രോമിസ് വിച്ച് ഹി ഹാസ് ഡൺ ഇൻ ദ എഗ്രിമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്തു, എന്നിട്ട് നമ്മളത് ആ കോൺട്രാക്റ്റ് നടപ്പാക്കാതെ അവിടെ വെച്ച് നിർത്തുന്ന ബ്രീച്ച്, അതായത് ആ കോൺട്രാക്റ്റ് ലംഘിക്കുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് തോട്ട് ഈസ് എ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്. ഒരാളുടെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ ലീഗൽ റൈറ്റ്. ഒരു ലീഗൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഡാമേജസ് ഇൻ തോട്ട് ആർ ഓൾവേസ് അൺലിക്വിഡേറ്റഡ്. കോർട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, കാരണം അത് കോഡിഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കോർട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് ഡാമേജസ് എന്താണെന്ന് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ദ ഡാമേജസ് ഇസ് ലിക്വിഡേറ്റഡ്. കാരണം നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഉണ്ട്, അതിൽ പറയുന്ന രീതിയിലാണ് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത്. ഇൻ തോട്ട് മോട്ടീവ് മേ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഒരാൾക്ക് അയാളുടെ മോട്ടീവ് എന്താണ്, അയാൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് കണക്കാക്കിയിട്ടാണ് ഡാമേജസ് വിധിക്കുന്നത് തോട്ടിൽ. പക്ഷേ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ ദ മോട്ടീവ് വിൽ ബി ഇറലവൻറ്റ് ആൻഡ് ഇൻമെറ്റീരിയൽ. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ മോട്ടീവ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇൻ തോട്ട് ഡ്യൂട്ടി ഈസ് ബോൺ ടുവേർഡ്സ് ദ പേഴ്സൺസ്. ഓക്കെ, പേഴ്സൺസ് ആണ്. പക്ഷേ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലോ ഡ്യൂട്ടി ഈസ് ബോൺ ടുവേർഡ്സ് എ സ്പെസിഫിക് പേഴ്സൺ ഓർ പേഴ്സൺസ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ഏകദേശം സെയിം തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസിനാണ്, പക്ഷേ ഇവിടെ പേഴ്സൺസിനാണ്. ഓക്കെ, in thought the damages may be compensatory or even exploratory damages may also be awarded. പക്ഷേ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ കോമ്പൻസേറ്ററി തന്നെ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണ്, തോട്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്താണെന്ന് നോക്കാം.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോട്ട് ഈസ് എ സിവിൽ റോങ്, സിവിൽ പ്രൊസീഡിംഗ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ട്. സിവിൽ റോങ് ആയതുകൊണ്ട് തന്നെ സിവിൽ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആൻഡ് അതർ ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻസ് ആർ ക്രിമിനൽ ഒഫൻസസ്. അപ്പോൾ എന്താണ്? ആൻഡ് ആർ ലയബിൾ ഫോർ പണിഷ്മെൻറ്റ്സ് വിച്ച് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ഓർ ബോത്ത്. ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ക്രൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ പണിഷ്മെൻറ്റ്സ് കിട്ടും. അതായത് ഇംപ്രിസൺമെൻറ്റ് ആവാം, ഫൈൻ ആവാം, അല്ലെങ്കിൽ ബോത്ത് ആവാം. ഓക്കെ. മറ്റേത് സിവിൽ റോങ് ആയതുകൊണ്ട് തന്നെ സിവിൽ പ്രൊസീഡിങ്സ് ആണ് നമ്മൾ നടത്തുന്നത്. ടോർട്ട് എന്ന് പറയുന്നത് നോട്ട് എ കോഡിഫൈഡ് ലോ, പക്ഷേ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഈസ് എ കോഡിഫൈഡ് ലോ. ഓക്കെ. ടോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയൊന്നും വെച്ചിട്ടില്ല, നമ്മൾ കോമൺ ലോ ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടോർട്ടിലെ മോട്ടീവ് എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ്. പക്ഷേ ഇറലവൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ എത്രയാണെങ്കിലും മോട്ടീവ് എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതൊരു ക്രൈമാണ്. ആക്ടസ് റിയസും മെൻസ് റിയും ഒക്കെ വേണ്ട ഒന്നാണ്. ഓക്കെ. The law of tort in its origin is a part of a common law. നാം കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ breach of trust and other obligations play exclusively with the jurisdiction of equity. The plaintiff and the defendant may not know each other previously to the incident of tortious liability. വെച്ചാൽ ഇപ്പോൾ പരസ്പരം പ്ലെയിൻറ്റിഫിനും ഡിഫൻഡിനും പരസ്പരം അറിയണം എന്ന് തന്നെ ഇല്ല തോട്ടിൽ. The plaintiff and defendant know each other from the beginning. In fact, the law of trust is depend upon the trust on each other. ആ പേര് പോലെ തന്നെ ട്രസ്റ്റ് വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് പരസ്പരം നല്ല പരിചയം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻറ്റിഫിനും ഡിഫൻഡിനും നല്ല രീതിയിൽ അറിയുന്നവരായിരിക്കും ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ. തോട്ടിൽ അങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. The legal remedy for tortious liability is unliquidated damages. ഓക്കെ. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കണം. കാരണം എല്ലായിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോർട്ടാണ് തീരുമാനിക്കുന്നത്. കോഡിഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കോർട്ടാണ് തീരുമാനിക്കുന്നത്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പററിയും പെർമനൻ്റ് ഒക്കെ ഉണ്ട്. അതായത് നിർത്തിവെക്കുക, ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, അതിനെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിവിൽ പ്രൊസീജിയർ കോഡിലൊക്കെ നമ്മൾ എല്ലാത്തിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ അതവിടെ നിർത്തിവെക്കണം, അതിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന ഒന്നാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ പെർമനൻ്റ് ഉണ്ടാവും, ടെമ്പററി ഉണ്ടാവും. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ എന്നത്തേക്കുമായിട്ട്, ടെമ്പററി എന്ന് പറയുമ്പോൾ ആ ഒരു കുറച്ച് സമയത്തിന് മാത്രം നിർത്തിവെക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് വേണ്ടി നിർത്തിവെക്കുക, അല്ലെങ്കിൽ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒന്നായിരിക്കും. Specific restitution of property and the payment of liquidated sum of money by way of penalty, etc. are legal remedy available to the plaintiff. Besides then, the defendant is also liable for fine and imprisonment or both under the criminal proceeding. Criminal proceeding പോലെ തന്നെയാണ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞു. ക്രൈം ആയിട്ടുള്ളതും, then breach of trust and breach of contract. അടുത്തത് quasi contract. Difference between tort and quasi contract. In tort, an obligation is owed to all individuals from people in general. However, just one might be influenced. Okay. പക്ഷേ quasi contract എന്ന് പറയുമ്പോൾ where an obligation is inferred as being owed to particular individual, that is legitimate beneficiary. quasi contract എന്ന് പറയുമ്പോൾ ജസ്റ്റ് കോൺട്രാക്റ്റ് പോലത്തെ തന്നെ ഒന്നാണ്. ഓക്കെ. അതിനാണ് നമ്മൾ quasi contract എന്ന് പറയുന്നത്. ടോർട്ട് ഈസ് ആൻ ഒബ്ലിഗേഷൻ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ക്വാസി കോൺട്രാക്റ്റിൽ ഒരു ബെനിഫിറ്റ് കിട്ടേണ്ട ഒരാൾക്ക് അത് ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ടോർട്ടിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് ടോർട്ട് ഈസ് ആൻ ഒബ്ലിഗേഷൻ, ഇറ്റ്സ് അവൈലബിൾ ഓൺ ഓൾ ദ ഒക്കേഷൻസ്. ഇനി ക്വാസി കോൺട്രാക്ട്, ഇഫ് there should arise an occurrence of a quasi contract obligation is shaped as a result of a specific circumstances, that is the legitimate beneficiary of the advantage. ആ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം ഉണ്ടായി വരുന്ന ഒന്നാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ടോർട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷനാണ്, എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ്. ഓക്കെ. ഇനി ദ ഡാമേജസ് ഇൻ ടോർട്ട് ആർ അൺലിക്വിഡേറ്റഡ്. ഓക്കെ. പക്ഷേ ക്വാസി കോൺട്രാക്ട് ദ ഡാമേജസ് മൈറ്റ് ബി ലിക്വിഡേറ്റഡ്. കാരണം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് മീനിങ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തോട്ട് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ക്രൈം, തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, തോട്ട് ആൻഡ് ബ്രീച്ച് ഓഫ്
ക്വാസി കോൺട്രാക്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.